എന്നിട്ട് 2 ക്വസ്റ്റ്യൻ ഞാൻ പ്രിന്റ് വന്നു. ആ അളിയനപ്പൊ നന്നായി എഴുതിയെന്ന് പറ. പിന്നെ പ്രിയ എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? നന്നായി എഴുതി. വിഷ്ണു ലാസ്റ്റ് മിനിറ്റ് വരെ ഇരിക്കുന്നത് കണ്ടല്ലോ. അതെ ഇത് എഴുതി തീരണ്ടേ. എന്നിട്ട് സമയം കിട്ടിയില്ലടാ. ഞാനേ പുളു അടിക്കല്ലേ. റോബി പറഞ്ഞത് ശരി, വെറും പുളുവാ. അരമണിക്കൂർ തികച്ചിരിക്കുന്ന ആളല്ല. സമയം കിട്ടില്ലത്രേ. നിങ്ങൾക്കൊക്കെ ഒരു തമാശയാ. ഇത് എഴുതി കഴിയുന്നത് വരെ എന്റെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. എന്തൊരു ടെൻഷനാടാ. എന്ത് ടെൻഷൻ എന്നറിയോ? നോക്കേ, ഇങ്ങോ ടെൻഷൻ പോയിട്ടില്ല. എന്ത് ചെയ്യുന്നു? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ടെൻഷൻ ഒന്ന് കുറയ്ക്കണ്ടേ? കുറച്ചളയാ അല്ലേ? സ്റ്റേഷനറി ബില്ലൂർ 1100, ഹോട്ടൽ ബില്ലൂർ 500. പിന്നെ ഇതെന്താ കണക്ക്? പാലക്കാട് സ്വാമിക്ക് 200 രൂപ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോഴെത്തി? മുമ്മൂർത്തികളിൽ ഇരുമൂർത്തികൾ. മുമ്മൂർത്തികളോ? അല്ല പിന്നെ ഇത് ബ്രഹ്മ, ഇത് ശിവൻ, ഇവിടെ മേലെ നമ്മുടെ വിഷ്ണു. ഭഗവാൻമാര് പഠിച്ചെല്ലാം നന്നായിരിയോ? കലക്കിയോ? നാങ്കൾ ഒരു കൽക്കു കൽക്കി. പിന്നെ ഭഗവാനല്ലേ കൽക്കും കുടിക്കും എല്ലാം ചെയ്യും. സ്വാമി, മമ്മി എവിടെ? എന്തൊക്കെയാ പ്രോഗ്രാം? മമ്മി 18th ഡേറ്റ്. ഇന്ന് മമ്മി വളരെ ബിസിയാണ്. ലഞ്ച് മിസ്സസ് പണിക്കറിന്റെ വീട്ടിൽ ആഫ്റ്റർനൂൺ. പിന്നെ ഈവനിങ് കനൽ ക്ലബിലെ മമ്മിയാണ് ചീഫ് ഗസ്റ്റ്. പിന്നെ രാത്രി ലേഡീസ് ക്ലബിലെ ഒരു ബ്യൂട്ടി കോntest. രാത്രി ബ്യൂട്ടി കോntest? ഈ ബ്യൂട്ടി എല്ലാം രാത്രിയെ കാണാൻ പറ്റൂ. അതിന് കഴിഞ്ഞ് ഡാഡി സ്ഥലത്തിലില്ലല്ലോ. രാത്രി 1 മണിക്ക് ഞാനും മമ്മിയും പടുക്കും. ഞാൻ എന്റെ വീട്ടില് ഡ്രോപ്പ് പണിട്ട് ഞാൻ പോയിടും. ഈ പാലക്കാട് സമയം തപ്പാൻ എനിക്കണ്ട. താങ്ക് യു. നോ ഇവിടെ മോനെ കൂടി ടീ കൂടാ. ടീ ചൂട് 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 തരുമ്പോ മോനെ പരീക്ഷയുടെ വിവരം മമ്മി ക്ലബിലോട്ട് വിളിച്ചു പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മമ്മി പരീക്ഷയുടെ കാര്യം അറിഞ്ഞില്ല, ചുമ്മാ. യു ആർ റൈറ്റ്. അപ്പൊ മേഡമൊക്കെ പരീക്ഷ മുഖ്യമില്ല, അവിടെ ഡോഗിന്റെ പ്രശ്നമേ മുഖ്യം. അവിടെ മാർക്കിട്ട് കൊണ്ടിരിക്കും മേഡം. പോമറേനിയൻ ഫസ്റ്റ് പ്രൈസ്, ഡോബർമാൻ സെക്കൻഡ് പ്രൈസ്. ഈ ബുൾഡോഗ് ബുൾഡോഗ് ബുൾഡോഗ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾ പോകട്ടെ. പോകട്ടെ. കപ്പിഞ്ഞെ. ഹലോ, കപ്പിഞ്ഞുണ്ടാ? സോറി, ഭയങ്കര മറവിയല്ലേ? പരീക്ഷ ജയിക്കോ? ആനവട്ട കിട്ടും. അയ്യോ അയ്യോ, മറന്നുപോയി. എന്ത് മറന്നുപോയി? ഞാനിപ്പോ എവിടെ ഇരിക്കേണ്ടതാ? കക്കൂസില്. ശരി, നീ ഉന്നെ പറ്റിയേ പേശിക്കോ. ഇവിടെ കെന്നൽ ക്ലബിലെ ഡോഗ് ഷോന്റെ ഇടയിൽ മാഡം എന്നെ അന്വേഷിക്കും. ഓഹോ, ഞാനവിടെ ഇല്ലെങ്കിൽ ആഹ കുഴയും. അതെ 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 അതെ. വേഗം ചെല്ല്, പട്ടിപ്രദർശനമല്ലേ. വേഗം ചെന്നില്ലെങ്കിലേ ഫസ്റ്റ് പ്രൈസ് വല്ല അൽസേഷനും കൊണ്ടുപോകും. ഡോഗ് ഷോ പറ്റി പന്നിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഹലോ. അല്ല, പേരെന്തെന്ന് പറഞ്ഞില്ലല്ലോ. ഓഹോ, എങ്കിൽ ബ്യൂട്ടി എന്നു നിന്നെ ഞാൻ വിളിക്കാം. ആളൊരു ചെത്താണല്ലോ. എടാ ചെത്ത്.
സ്വപ്നങ്ങൾ കണ്ടു ഞാൻ കിടക്കും. അല്ലേ ഈ മധുര സ്വപ്നങ്ങളാണോ? ചൊല്ലാമത് നിൻകാതിൽ ഞാൻ. എന്താണ് ഞാൻ വേണ്ടത്? ഒന്ന് അടുത്തേക്ക് വന്നാൽ മതി. വന്നോളൂ വന്നോളൂ നീ എന്റെ ചാരത്താൽ നിന്നോളൂ. മോളെ ഈ ചാരത്തൊന്നും നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒറ്റയ്ക്കുറങ്ങുവാൻ പേടിയോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ല, കുട്ടീനായി ഞാൻ ഇന്ന് കൂടെ വരാം. അയ്യേ അതൊന്നും വേണ്ട കേട്ടോ. ഒന്നാമയിൽ ഞാൻ തൊട്ടാലോ? തൊട്ടാൽ വാടിപ്പോകും. എന്നാലും വന്നോളൂ വന്നോളൂ നോവാതെ തൊട്ടോളൂ. ഹേയ് എന്തൊട്ടിനിക്കണാവൻ നീ ഇതിനൊന്നും നിക്കണ്ട കേട്ടോ. കുഞ്ഞേ, താങ്കളാണ് മനുഷ്യനെ പേടിപ്പിക്കുന്നത്. കുഞ്ഞല്ലേ എന്നെ പേടിപ്പിച്ചത്? വല്ലതും കഴിക്കണ്ടേ? ഒന്നും വേണ്ട. മമ്മി എവിടെ? കുഞ്ഞല്ലേ ഈ പാത്തും പതുങ്ങി വരുന്നത്? മമ്മി ഇതുവരെ വന്നിട്ടില്ല. ഉഷ്ണം. പണ്ടാരം. കൃഷ്ണജി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടുമോറോ വാട്ട് ഈസ് യുവർ പ്രോഗ്രാം? ഞാൻ 4:30 വരാം. ഓക്കെ ഓക്കെ. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. ബൈ. ഹായ് ഡാർലിംഗ്. ഹായ്, ഹൗ ആർ യു? ഹായ് ഡാർലിംഗ്. ഹൗ ആർ യു വിഷ്ണു? ജേണി എങ്ങനെ? ഫ്ലൈറ്റ് 2 hours late. ഹലോ, എന്താ ഒരു കാര്യം? എന്താ കാര്യം? ഇങ്ങോട്ട് രഹസ്യം. എവിടേക്കാ പോണത്? എടാ, എന്നെ പറ്റി എന്റെ വീട്ടിൽ കേൾക്കാൻ നിങ്ങളാണ്. ഞാനോ? ഇവിടുത്തെ ഓൾ ഇറ്റ് ഹോൾ. ഈ പാലക്കാട് സ്വാമി ആരെന്ന് தெரியுമോ? മൃദംഗിസ്റ്റ്. ഫ്ലൂട്ടിസ്റ്റ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ഇവിടത്തെ പി ആണ്. ബസ്സോട് ബിസിനസ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി ബാത്റൂം വരയ്ക്കും പോകും തരുമോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ഒരു ബാത്റൂം ഉണ്ട്, അവിടെ പോയി ഡിസ്കസ് ചെയ്യാം. എടാ, ഇത് ഹൈ ബിസിനസ്. അയ്യോ, ഞങ്ങൾ പാവപ്പെട്ടവരെ, ഞങ്ങൾ ലോ ബിസിനസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്റെ ബാത്റൂം ബുദ്ധി പോകാതെ ബാത്റൂം കക്കൂഷൻ ഇവൻ പോലും. അയ്യോ, ഒന്ന് പതുക്കെ ഓടിക്കാവോ? താനല്ലേ പറഞ്ഞേ നേരം വൈകി വീട്ടിൽ പോണോന്ന്? അതിന് ഈ മാതിരി പായണോ? അത്ര പേടിയാ? എനിക്ക് പേടിയേ ഇല്ല. താൻ കൂടെ ഉണ്ടെങ്കിൽ. അത് ശരി, നോക്കാം. ഓടിച്ചോ, എത്ര സ്പീഡ് വേണമെങ്കിലും ഓടിച്ചോ. വേണ്ട, വാശി പിടിപ്പിച്ചാ ഞാൻ എവിടെയും കൂടെ ചാർത്തും. പറഞ്ഞേക്കാം. ചാർത്തിക്കോ, ചത്തോളാം. ചാവാൻ പേടിയില്ല. ഒന്ന് അടുത്ത് വന്നാ കിടന്ന് ചാടുമല്ലോ താൻ. അടുത്ത നല്ല വിഷ്ണു പ്രിയ വിഷ്ണുവിന് മാത്രമുള്ളതാ. പക്ഷേ മതി,
തന്റെ ഈ രാമായണം ഞാൻ എന്നു മുതൽ കേൾക്കുന്ന ഇങ്ങനെ ഉടക്കാതെ ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമോ? താനല്ലേ ഉടക്കുന്നേ? എന്നോടുള്ള ദേഷ്യത്തിനെ ദേ എവിടെയെങ്കിലും കൊണ്ട് ചാർത്തണ്ട കേട്ടോ. ശരിക്കും കിറുക്ക മമ്മി, ഞാൻ പേടിച്ചു പോയി. കിറുക്കോ? ആർക്ക്? എനിക്കോ? എന്താ പറഞ്ഞേ? എന്റെ മുമ്പിൽ വെച്ച് ഇതൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇന്നലെ എന്തു പറ്റി? പ്രിയമോളെ ഷോപ്പിങ്ങിന് ഉണ്ടോന്ന് പറഞ്ഞിട്ട് സോറി പ്രിയ, സോറി. എന്റെ പ്രിയമോൾ ഇവിടെ പെടപെടാ പെടയ്ക്കായിരുന്നു. ഓഹ്, ഈ മമ്മിക്ക് എന്താ വലിയ വിഷ്ണു? ഞാൻ ആരെയും കാത്തിരുന്നൊന്നുമില്ല. നിന്റെ വെപ്രാളം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ആ പിന്നെ ഈ കൊല്ലം ഫൈനൽ ഇയറാ. പരീക്ഷ കഴിഞ്ഞാ പിന്നെ ആന്റി കാത്തിരിക്കില്ല. എന്തിന്? ഒരു താലിയും വാങ്ങി വന്ന് പിടിച്ചറക്കൊണ്ട് പോക്കോണം. ആരെ? ആന്റിയോ? ആ എടാ എടാ, നിന്റെ വേലത്തിനൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. വാടേ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആള് വരും വരും. വാ, ഇത് നമ്മുടെ സ്വന്തം സ്ഥലല്ലേ? ചേച്ചി, ചേച്ചി, വാഷ്ട അങ്ങോട്ട് വരൂ. അവിടെ കഴിയുന്നോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലല്ലേ, പേടിക്കാനൊന്നുമില്ല. ചേച്ചി, ചേച്ചി. എന്തുവാടോ താൻ എന്തിനാ കിടന്നേ കാരണേ? നമ്മുടെ പിള്ളേരാ. ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കൊച്ചുങ്ങൾ എവിടെയുള്ളതാ? എന്ത് ചോദ്യം ചേച്ചി, പാവങ്ങള്. ഇങ്ങനെയൊക്കെ ചോദിക്കാതെ ചേച്ചി, പിള്ളേര് കിടന്ന് പേടിച്ചു പോവില്ലേ? അതൊക്കെ പറയാൻ പറ്റുമോ? എവിടെയൊക്കെ ഉള്ളാന്ന് വെച്ചോ. എന്നാ താനിങ് വന്നേ. അവന്മാരുടെ കാശൊക്കെ കാണുമോ? കാശില്ലാതെ ഞാൻ അവന്മാരെ ഈ പടി ഇങ്ങോട്ട് കടത്തുവോ? കടത്തുവോ? ബാക്കി കാര്യം ഇത് കണ്ടോ പേഴ്സ്? ഇത് മുഴുവൻ നിനക്കാ. കാശ് കൊടുക്ക. കാശ് തന്നിട്ട് മതി. അയ്യോ, കാശില്ലേ? അയ്യോ, വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ശീലമായി പോയി. എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? നാണം ഇല്ലല്ലോ. ഇന്നെന്താ ഒറ്റയ്ക്കായി പോയത്? രണ്ടെണ്ണം കൂടി ഉണ്ടാകാറുണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തെ? നാ ഇറങ്ങിപ്പോയോ? നോക്ക്, എക്സസൈസ് ചെയ്യുമ്പോ ചുമ്മാ കുണകുണാന്ന് ചൊറിയല്ലേ.
ചൊറിയല്ലോ, ഇടികൊണ്ട വേദനയല്ലേ? പ്രിയ ചുമ്മാ ഒരുമാതിരി പ്രിയ എന്തെങ്കിലും പറയുമ്പോഴല്ലേ തനിക്ക് ചൂടുള്ളൂ. അറിയാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ലുക്ക്, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. കുറെ നേരമായി തുടങ്ങിയിട്ട്. വിളിച്ചോ ഡാർലിംഗ്? വിഷ്ണുവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു വിഷയത്തിന് മാർക്കില്ല. കോളേജിൽ ചേർക്കുന്ന കാലത്ത് എന്റെ വിഷ്ണു എന്തും എടുക്കനായിരുന്നു. പഴയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമല്ലിത്. അവന്റെ പ്രിൻസിപ്പളിൽ തന്നെ കണ്ടിരുന്നു. അവന്റെ പോക്ക് ആ കോളേജിൽ തന്നെ അപമാനകരമാണത്രേ. വാട്ട്? എല്ലാം നിന്റെ കുഴപ്പമാ. അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയമില്ലല്ലോ നിനക്ക്. അവന് മാർക്ക് കുറഞ്ഞു പോയതിന് എന്നെ മാത്രം കുറ്റപ്പെടുത്തില്ല എങ്ങനെയാ? ഞാൻ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? നിന്നോടല്ലാതെ. ഒരു ദിവസം പോലും വിടാതെ എന്നും യാത്രയും തിരക്കുമല്ലേ? നിങ്ങൾക്കും ഒന്നിനും സമയമില്ലല്ലോ. നിങ്ങളെപ്പോലെ എനിക്കും ചില പേഴ്സണൽ ആവശ്യങ്ങളും, അതുകൊണ്ട് സമയക്കുറവും കാണും. ഇനി അതൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ലേഡീസ് ക്ലബും ശ്വാന പ്രദർശനവും. ഞാൻ എവിടെയെങ്കിലും മാറുന്നില്ല നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു വീട്ടുനായപ്പോ ചളഞ്ഞെടുക്കാൻ എന്നെ കിട്ടില്ല. ഉഷേ, വിഷ്ണുവിന്റെ കാര്യത്തിൽ എന്താ നിന്റെ അഭിപ്രായം? നിസ്സാരമായി തള്ളാവുന്ന കാര്യമല്ലിത്. ഞാൻ എന്ത് വേണമെന്നാ? എന്നാൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു. അവനെ സമർത്ഥനായ ഒരു ട്യൂട്ടറെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹായ് വിഷ്ണു. ഇനി അധിക കാലമില്ല. എന്ത് പറ്റി വിഷ്ണു? ഈ ഡാഡി ഒരു വല്ലാത്ത കുടുക്കിലാണ് ചാടിച്ചിരിക്കുന്നത്. എന്ത് പറ്റിയടാ? പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പോവാ? നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു? കല്യാണം പറഞ്ഞിരുന്നാൽ ഇപ്പിടി പൊറുക്കി പസങ്ങളോട് ചുറ്റിട്ടിരിക്കാതെ. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂട്ടർ ഏർപ്പാടിരിക്കുക. ട്യൂഷന് എന്നെ ഇവിടെ തളച്ചാനുള്ള ഐഡിയ. കുഴഞ്ഞല്ലോ പൊന്നളിയാ. വന്നോ വന്നോ, ടീ വന്നു. ടീ കുട്ടി എന്റെ കുട്ടി വന്നു. കുട്ടി കോഫി ടീ എല്ലാം വന്നു. ഇവിടെ 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 എവിടെ ഇരിക്കും? ആരടാ ഉരുപ്പിടി? ഇത് ഹോം മിനിസ്ട്രി ആക്കും. വല്ലതും വേണമെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയിൽ കേൾക്കണം. ജാഗ്രത. ദേ, ഈ മനുഷ്യൻ തല കൊന്നുകൊണ്ടിരിക്കുമ്പോ ഒരുമാതിരി മറ്റേ ഇടപാട് കളിച്ച നിന്നിപ്പോ അവിടെ കഴിയുന്നു വിളിച്ചത്? പാറമേക്കാവിലേക്കോ തിരുവമ്പാടിക്കോ? ഞാൻ കാപ്പി കൊടുക്കുന്നു കുഞ്ഞിനും കൂട്ടുകാർക്കും സ്വാമി സാറിനും. അയ്യോ, ഇവിടെ ഒരു സ്വാമിയുടെ കാര്യം പറയുമ്പോ ഇവിടെ വായിന്ന് തേനലിക്കുന്നു. ഇതാണ് ചെറുതേ വരുന്നത്. അടിപൊളി വെച്ചതാണല്ലോ. മോന്തത് ഇങ്ങനെ ഇരിക്കും, ഡബ്ല്യു പോലെ ഇരിക്കും കേട്ടോ. എടി, ഇനി മേല നീ അവനുമായിട്ട് ശൃംഗരിക്കാൻ പോയെന്ന് അറിഞ്ഞാല് ആര്? നിന്റെ മറ്റവനെ, ആ വെള്ളപ്പുറക്ക്, ഉണ്ണിപ്പിണ്ടി, മഞ്ഞത്തവള, സാമ്പാർ കുട്ടിയൻ, ഫൽഗുനൻ, മുട്ടി. ആ, ഞാൻ കൊടുത്തയച്ച നല്ലോണം മോന്തിയില്ലേ? ആ, പിന്നെ വിഷ്ണുമുഞ്ഞേ, ഞാൻ പോട്ടെ. നിങ്ങളോട് കമ്പനിക്ക് മൂന്നാമത് പൊറുക്കി വന്നാ. അല്ല, ഇതെവിടേക്കാ പോകുന്നത്? കണക്കത്തെ കാണാൻ. എന്തിന്? കോഫിയിലെ പാൽപത്തലെ അത് ചോദിക്കാൻ പോണു. ഇനി അവിടെ പാലൊട്ടുമില്ല. എല്ലാം ഞാൻ കുടിച്ചു. നീ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കുടിച്ചാച്ചാ മതി കേട്ടോ. ആ ശരി, കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യൂ, വിളിക്കാം. ശരി സർ. മിസ്റ്റർ സ്വാമിനാഥൻ, ഇയാളെ അപ്പോയിന്റ് ചെയ്താലോ? ചെയ്യലാം. എന്തോന്ന് ചെയ്യലാം? അപ്പോയിന്റ് ചെയ്യലാം. ആ കഴിവിനെയോ? സ്മാർട്ട് ആയിട്ടുള്ള ആരെങ്കിലും വെക്കൂ. മാഡം, സ്മാർട്ടായിട്ട് ഒരാള് തേവെങ്കിൽ പാലക്കാട്ട് സ്വാമിനാഥൻ ബെസ്റ്റ് ചോയ്സ്. അതാരാ? ഞാൻ തന്നെ. ഓക്കെ ഓക്കെ, നോ ആർഗ്യുമെന്റ്സ്. സ്വാമി, അടുത്ത ആളിനെ വിളിക്കൂ. അടുത്ത ആള് നിങ്ങളുടെ സ്വാമിക്ക് എന്താ വട്ടുണ്ടോ? നീ കിടന്ന് ബഹളം വയ്ക്കാതെ നിനക്ക് ഇഷ്ടമുള്ള ആളിനെ അപ്പോയിന്റ് ചെയ്യാം, പോരെ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലേ? യെസ് സർ. മറ്റെവിടെയും ട്രൈ ചെയ്തില്ലേ? കിട്ടണ്ടേ സർ? മരിയ ഗോംസ്. ആംഗ്ലോ ഇന്ത്യൻ? യാ. എനി ചിൽഡ്രൻ? സ്വാമി. ഒരു കേൾവി. എക്സ്പീരിയൻസ് ഇല്ല. കുറച്ചു നേരം പുറത്തിരിക്കൂ, വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഐ ആം ഫുള്ളി
സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ? ടു യങ് ആണെന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അതെ, എനിക്കും അതേ ഫീലിംഗ്. ഓവർ യങ്. അതിലും അത് ഒരു ചട്ടക്കാരി பாதி சட்டதான் போட்டிருக்கு. நமக்கு ஒத்து வராது. തനിക്ക് ഒക്കണ്ട. இல்ல மேடம், நான் சொல்றத கொஞ்சம் ഞാൻ சொல்லுவேன் വേണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. மேடம், நம்ம பையனோ ஒரு டைப்பு. என்ன type? அம்மா மாதிரி கொஞ்சம் நல்லவன், ரொம்ப நல்லவൻ. அதுதான் ப்ராப்ளം. ശരി ശരി നിർത്ത്. സ്വാമി, സാലറി എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി അപ്പോയിന്റ് ചെയ്തേക്ക്. சரி சார். ആ எல்லாருக்கும் போலாம். நீங்க இருக்கணும். நீங்களும் போலாம். ஆர்டர்ஸ் பின்னாடி வரும். അടുത്ത ഇന്റർവ്യൂക്ക് വിക്കോടെ വരണം, വേല கிடைக்கும். കുട്ടിന്റെ പേരെന്താ? ഷെർലാക്ക് ഹോംസോ? അല്ല, മരിയ ഗോംസ്. മരിയ ഗോംസ്. അടുത്ത് വരല. സാർക്ക് ടീ കോഫി ഏതായത്? ഒന്നും വേണ്ട. ഒന്നുമില്ല, ചുമ്മാ കേട്ടേ ഒരു ഫോർമാലിറ്റി. അതാ ഇതാണ് ഞങ്ങളുടെ ഔട്ട് ഹൗസ്. ഹലോ, എവിടെ? എന്റെ പൊന്നലിയാ, ഞാൻ പോട്ടെ. മിസ് മരിയയ്ക്ക് ഞങ്ങളുടെ ഔട്ട് ഹൗസ് ഒക്കെ ഇഷ്ടമായല്ലോ. വളരെ ഇഷ്ടമായി. മിസ് മരിയയ്ക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. സ്വന്തം വീട് പോലെ കരുതാം. ഇത്രയും സൗകര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്നാണ് എന്റെ സംശയം. നോ നോ, മരിയ ഞങ്ങളുടെ വെറും ഒരു ഗസ്റ്റ് അല്ല. വിഷ്ണു ഞങ്ങൾക്ക് ആകെ ഒരു മോനാ. അവന്റെ ടീച്ചറെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് വെറും സാധാരണക്കാരെ പോലെയാകാൻ പറ്റില്ലല്ലോ. മിസ് മരിയ, എന്റെ മിസ്സസിന് വാചകം അല്പം കൂടുതലാ. പിന്നെ മരിയയ്ക്ക് അവളുടെ രോഗമൊന്നുമില്ലല്ലോ. രോഗമോ? ഈ സോഷ്യൽ സർവീസ്. ഞാനൊരു ടീച്ചറല്ലേ സർ? എക്സാക്ട്ലി, ദാറ്റ്സ് എ സർവീസ്. കൊച്ചുതമ്പുരാനെ താഴോട്ടങ്ങ് കണ്ടില്ലല്ലോ. കുട്ടി, വിഷ്ണു എന്റെ മോനായതുകൊണ്ട് പറയുമല്ല. അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെയാ. അവനെ പരിചയപ്പെട്ടില്ലല്ലേ? ഇല്ല. ഹീസ് റിയലി എ നോട്ടി ബോയ്. അല്പം കുസൃതിത്തരമൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ. ഇനി മര്യാദക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ അവനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കാം സർ. അവന് കൊല്ലം ഫൈനൽ ഇയറാ. ഡിസ്റ്റിങ്ഷനോടുകൂടി അവൻ പാസ്സാകണം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡാഡ്. ഈയിടെയായിട്ട് നിന്റെ അല്പം കൂടുന്നുണ്ട്. മരിയ, മൈ സൺ വിഷ്ണു. ഹലോ യങ് മാൻ, ഹൗ ആർ യു? ഫൈൻ ടീച്ചർ. ആ, നിന്റെ കമ്പനിയെല്ലാം അല്പം കുറയ്ക്കണം. വൈകുന്നേരം നേരത്തെ വരികയും വേണം.
ശരി. കനകം, വിളിച്ചോ ടീച്ചർ? വിഷ്ണു എന്താ എത്രയും വൈകുന്നത്? അയ്യോ, ആ കുഞ്ഞാ നേരത്തൊന്നും വരില്ല. സമയം എത്രയായല്ലോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ വെറുതെ കാത്തിരുന്ന് മുഷിയണ്ട. ഔട്ട് ഹൗസിലേക്ക് പോയിക്കോളൂ. വന്നാ വിളിക്കാം. വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. വിഷ്ണു എന്ന് ഈ സമയത്തെങ്കിലും വരണം. ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ല ടീച്ചർ. നാളെ മുതൽ കുറച്ചുകൂടെ ഏറെയായിട്ട് തുടങ്ങാനാണ് പ്ലാൻ. ഒരു 4:30 അല്ല. ശരി ശരി, ആ നാളെ അല്ലേ? ഇപ്പൊ തുടങ്ങാം. തുടങ്ങാം. അതെ, ഈ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആകെ ടയർഡാവുന്നു. എന്താ, ഇന്നും ക്ലാസ് വേണ്ടെന്ന് നോക്കാനാണോ? ഏയ്, ഇന്ന് വേണം, ഇന്ന് വേണം. അതല്ലേ ഞാൻ ഓടിങ്ങി പോന്നത്. വിഷ്ണു എന്താ ഒരുമാതിരി റെസ്റ്റ്ലെസ് ആവുന്നത്? ബുക്ക് എടുക്ക. ടീച്ചർ ആരും വന്നും തോന്നുന്നു. സിറ്റ് ഡൗൺ വിഷ്ണു. അതിനൊക്കെ അവിടെ ആളില്ലേ? അല്ല, ആരാന്ന് നോക്കായിരുന്നു. വിഷ്ണു നോക്കണ്ട. ടേക്ക് യുവർ ബുക്ക്. Hi, teacher. My friends, Salim and Robert. My teacher. ഹലോ. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ട്യൂഷൻ ഉണ്ടെന്ന്. എക്സ്ക്യൂസ് മീ ടീച്ചർ, ഒരു നിമിഷം ഇവനൊന്ന് വിടുവോ? ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വിട്ടേക്കാം. വിഷ്ണു ചെല്ല്, വേഗം വരണം കേട്ടോ. ഇപ്പൊ വരാം ടീച്ചർ. ഇന്നെങ്കിലും ട്യൂഷൻ എന്നും പറഞ്ഞ കുറച്ചു നേരം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലടാ. വരേണ്ടി വന്ന് വരാണ്ട് പറ്റുമോ? എടാ, എന്റെ ഡാഡി ഭയങ്കര ചൂടായിരിക്കുക. എന്തെങ്കിലും സീരിയസ് മാറ്റർ അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ? എന്താ വല്ല ഒത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? ആരാ? നളിനിടാ. അയ്യോ എടാ, എങ്ങനെ ഒന്ന് രക്ഷപ്പെടണമല്ലോ. എവിടെ ഉള്ളേ? അവളെ നമ്മുടെ മാത്യു ഒരു സ്ഥലത്ത് ഒതുക്കിയിരിക്കുക. ആര്? നമ്മുടെ മാത്യു? വേഗം പോണം. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊക്കും. ടീച്ചർ, സീരിയസ് ആയ ഒരു പ്രശ്നം ഉണ്ടാവാൻ വന്നിരിക്കുന്നത്. എന്താ വിഷ്ണു? ഞങ്ങളുടെ ഒരു ലെക്ചറർ വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഓഹോ, വളരെ സീരിയസ് ആണോ? അതെ, വല്ലതും ആയിപ്പോയാൽ പിന്നെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ ഓടിയെങ്കിൽ പോരാ. അത്ര സീരിയസ് ആണോ? എങ്കിൽ പൊയ്ക്കോ. താങ്ക് യു ടീച്ചർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. വിഷ്ണു, എന്തിനാ ഫോർമാലിറ്റി ഒക്കെ? ഞാനിതൊക്കെ ഒഴിവാക്കാൻ നോക്കായിരുന്നു. എന്താ വിഷ്ണു ഇത്? പ്രസന്റേഷൻ. വിഷ്ണു എന്റെ സ്റ്റുഡന്റ് ആണ്. എനിക്ക് കുട്ടിയുടെ നല്ല മനസ്സ് മാത്രം മതി. മറ്റൊന്നും ഞാൻ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കുട്ടിയോട് ആര് പറഞ്ഞു ഇത്ര വിലയേറിയ സമ്മാനം വാങ്ങിക്കൊണ്ടുവരാൻ? ടീച്ചർ, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത് തന്നെ എന്റെ തെറ്റ്. ഐ ഫീൽ സോറി അബൌട്ട് ഇറ്റ്. വിഷ്ണുവിനെ ഹട്ട് ചെയ്യാൻ പറഞ്ഞല്ല, പക്ഷേ കുട്ടിയുടെ പ്രസന്റേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചറോട് ക്ഷമിക്കൂ. ഗുഡ് നൈറ്റ്. വിഷ്ണുവിനെ ഇപ്പോ കാണാൻ കൂടി കിട്ടാതായി. ഞാൻ എന്നും വിഷ്ണുവിനെ കാത്തു നിൽക്കാറുണ്ട്. ഞാനൊരു മണ്ടിയായിരിക്കാം, പക്ഷേ വിഷ്ണുവിനെ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി എനിക്കുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, മിണ്ടാൻ ആള് വേറെ ഉണ്ടല്ലോ. ടീച്ചർ, പ്രിയ, അവളെ പറ്റി പറയുമ്പോ വിഷ്ണുവിന്റെ എത്ര ദേഷ്യം. അവൾ വിഷ്ണുവിന്റെ ആരാ? അവളൊരു വേശ്യയാണ്. She is a prostitute.
2 ദിവസമായി നമ്മുടെ മാത്യു ഒരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വിളിക്കുന്നു. ഇന്നെങ്കിലും ഒന്ന് പോവാടേ. ഞാനില്ല, നിങ്ങൾ പൊക്കോ. ഞങ്ങൾ ഒറ്റയ്ക്കോ? അത് പറ്റില്ല. ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. എൻഗേജ്മെന്റ് മറ്റേതല്ലേ, ട്യൂഷൻ. അതേന്ന് വെച്ചോ. ചേടാ, ട്യൂഷൻ പഠിക്കുന്നവർക്ക് വേറെ ഒന്നിനും സമയമില്ലേ? നീ വരണം. ഇന്ന് വരാതെ പറ്റില്ല. ഞാനില്ലെന്ന് പറഞ്ഞാ ഇല്ല. ഡാ, അവന് വീട്ടിൽ ചാപ്പാട് എടുത്തു വെച്ചിരിക്കും. അവൻ പിന്നെ നമ്മളെ മാറി അതിനു വേണ്ടി തെണ്ടണ. അതാ വരാത്തെ. സലീം, അനാവശ്യം പറയരുത്. ഓ, അല്ലെങ്കിൽ അവളൊരു പുണ്യവതി. റോബർട്ട് പ്ലീസ്. അതിന് ചൂടാവുന്ന എന്തിനാ? അവളെ നിന്നെ പ്രേമിക്കുന്നു. എടാ, അവളെ കണ്ടാലറിയാം റൂട്ട് മറ്റേതാണെന്ന്. ഞങ്ങൾക്ക് കൂടി തരാൻ പറ. അതല്ലേ പതിവ്. റോബർട്ട്, മൈൻഡ് യുവർ വേർഡ്സ്. കളിക്കല്ലേ? അവളെ പറ്റി പറഞ്ഞപ്പോൾ അവൻ കേറിയിട്ടില്ല. അവളെ പറ്റി പറഞ്ഞു നിൽക്കണ്ട. റോബർട്ട്, ഗുഡ് ബൈ. ഗുഡ് ബൈ ഫോrever. അവൻ പോകുന്നു. വിഷ്ണു, ഒന്ന് വിളിക്കേ. ഗുഡ് ബൈ ഫോrever. വിഷ്ണു, വിഷ്ണു, വിഷ്ണു പോകണേ. അവൻ നിന്നെ. വിഷ്ണു. എന്ന് വന്നേ. ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റുമെന്നോ? അതിനെ ഈ നക്കാപ്പിച്ച കാശൊന്നും പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം കാശ് തരാനിട്ടാണോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം ഉണ്ടായിപ്പോയതല്ലേ. ശരി, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരുണ്ടല്ലോ. ഇപ്രാവശ്യം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാനാ ഗ്യാരണ്ടി തരണേ. മാത്യു ഗ്യാരണ്ടി. ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല. ശരി. ഈ അഡ്വാൻസ് എമൗണ്ട് കാണാത്ത എന്താ? എവിടെ പോയി? നീ കിടന്ന് വിറയല്ലേ. മാത്യു ആൾ ഈ പണിക്ക് ഒട്ടും മോശമൊന്നുമല്ല. നോക്കാം. ആകെ ടെൻഷൻ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇങ്ങത്താ. ഇതാ പാർട്ടി. വേവാ. താൻ ആള് മോശമല്ലല്ലോ, ഒപ്പിച്ചെടുത്ത് കളഞ്ഞല്ലോ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയൊന്നും അല്ല സാറേ. അങ്ങോട്ട് കേറി. നിങ്ങളെയൊക്കെ വയസ്സായേ എന്റെ ഈ സർവീസിനെ. മതി മതി, നിർത്ത്. അപ്പൊ എന്നാ കേറിക്കോ. ഞങ്ങൾ പോകട്ടെ. വെട്ട് വെട്ട് വെട്ട്. അങ്ങനെ അങ്ങ് പോയാലോ? ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ചേച്ചി, ആരാടാ ഫസ്റ്റ്? ഏതായാലും നീയല്ല, മാറി നിക്ക്.
ഞാൻ നിക്കടാ, നമുക്ക് ടോസ് ചെയ്ത് നോക്കാം. കൊണ്ടാ. ഓക്കെ. ഹെഡ് ഓക്കെ ഓക്കെ, ക്യാരി ഓൺ ക്യാരി ഓൺ. അപ്പൊ ഞാൻ നോക്കി നിൽക്കുന്നു. നീ ഇതിന്റെ അടുത്തിരുന്നോ? ചവിട്ടിട്ട് ഒന്ന് വേഗം നാടാ. നീ വന്നേ. എന്താ സാർ? ഡെയ്സി എവിടെ? ഡേയ്സി പോയല്ലോ. എങ്ങോട്ട്? 2-3 പിള്ളേരുടെ കൂടെ ഒരു മാരുതി കാറിൽ ഇതിലേ പോയി. വാ വാ. അതൊക്കെ പിന്നെ ഇങ്ങോട്ട് മാറാം. ഡെയ്സി എവിടാ? കാറ് ഡോർ തുറക്കടാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് നൈറ്റ്. ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. ഇവന്മാരെന്നെ വഴിയിൽ വെച്ച് പിടിച്ചോണ്ട് വന്നതാ. എനിക്കൊന്നും അറിയില്ല. അയ്യോ ഞാനല്ല അവന്മാരാ. ഞാൻ ഒന്നും ചെയ്തില്ല. എന്നെ ഉപദ്രവിക്കരുത് കേട്ടാ. അയ്യോ ഇതെന്തത്? ജഡ്ഡി പറഞ്ഞു എന്തായി കാണിക്കുന്നത്? അയ്യോ എന്നെ ഉപദ്രവിക്കില്ല. അയ്യോ ഞാൻ കമ്പനിക്ക് കാശ് കൊടുത്താട്ടോ. കമ്പനിക്ക് കാശ് കൊടുത്താ. കാശ് അയ്യോ ഞാനല്ല. അഡ്ജസ്റ്റ് നിങ്ങൾ ആണല്ലോ. അടി ഇങ്ങോട്ട് വാ. അതേ എങ്ങനെയുണ്ട്? അയ്യോ കിട്ടിയ പോലെ. എന്താ ഏട്ടാ ഇത്? ഒന്നുമല്ല. നീ ഒന്ന് ശരിക്ക് തുടക്കടി. എത്ര നേരമായി ഞാൻ അവിടെ കാത്തു നിൽക്കുന്നു. ഒന്ന് ചുമ്മാ ജോസ്പേട്ടാ, ഞാൻ തുടച്ചോളാം. ആ ജോസ്പേട്ടൻ പോയാട്ടെ, ഞാൻ നല്ലപോലെ തുടച്ചോളാം. അല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് എന്താ ഒരു കുഴപ്പം? നീ ശരിക്ക് തുടക്കി. എനിക്ക് നിന്നെ തുടക്കല് കാണുന്നത് വലിയ ഇഷ്ട. ഓ, ഒരു ശൃംഗാരം കൊണ്ട് വന്നിരിക്കുന്നു. ഞാനിപ്പോ നിന്നെ ഒന്ന് ശൃംഗരിച്ചു എന്ന് വിചാരിച്ചു. എന്താ അടിയൊരു കുഴപ്പം കള്ളി? ജോസ്പേട്ടൻ എന്നെ ഒന്ന് സഹായിക്കത്ത് പോലും ഇല്ല. പിന്നെ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ മൂക്കിടിച്ചാൻ പരത്തും. എന്താ പറഞ്ഞ? എടി ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കുന്നത് തന്നെ. നിനക്കിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഞാൻ ഈ തറയൊന്ന് തുടയ്ക്കണം, അതല്ലേ വേണ്ടു? നിനക്കിപ്പോ ഈ തറയൊന്ന് തുടച്ചാ പോരെ, അതല്ലേ വേണ്ടു? നീ ബക്കറ്റ് എടുത്ത് ഇവിടെ പോയി, ഇവിടെ എടുത്ത് വയ്ക്കി. തുണി എടുത്ത് അതിലിട്. തുണി നല്ലോണം ഒന്ന് പിഴിഞ്ഞേ. എന്നിട്ട് തുണി ഇവിടെ പോയി. തുണി ഇവിടെ പോയി. ഇനി നിനക്ക് എന്റെ തുടയൊന്ന് കാണണ്ടേ? ഇതാണ് തൊട. ഇതാണ് തൊട. അയ്യോ ജോസപ്പേട്ട, ജോസപ്പേട്ട, അയ്യോ ജോസപ്പേട്ട, ഇപ്പൊ ഈ പണിയായോ?
അല്ല ഇവളെ നിലം തുടച്ചിട്ട് വൃത്തിയാകുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുത്തതാ. ഞങ്ങളും കാണിക്കാം ജോസപ്പേട്ട. അത് വേണ്ട, അത് വേണ്ട. അയ്യോ നനഞ്ഞു പോയോ? സാറാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാറേ. പരവാല്ലേ എത്രയോ ദിവസമായിട്ട് നിന്നെ നോക്കണം പേശണം ഞാൻ എന്നെ കാത്തില്ല. കാണണമെങ്കിൽ നേരെ അകത്തേക്ക് അങ്ങ് വന്നാ പോരെ സാറേ? അതെങ്ങനെ ആ കാർഗോണിന്റെ കണ്ണിലെ മുളകാപ്പൊടി തൂവിട്ടില്ല വരണം. ആര് ജോസ് പേട്ടനോ? അതെ അയാള് കഴുകൻ മനുവിനെ ചുറ്റി വന്നിട്ടിരിക്കേ. ആ ജോസ് പേട്ടന്റെ പൂതിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല സാറേ. പിന്നെ അത് എനിക്ക് അറിഞ്ഞൂടെ. അവൻ ചപ്പട്ടെ ബുൾഡോഗ്. എന്റെ പേഴ്സണാലിറ്റി എന്താ? മഞ്ഞത്തവള അവന്റെ ഒരു പഞ്ചാരേടി. പിന്നെ ഞാൻ അന്ന് സാറിനോട് പറഞ്ഞ കാര്യം എന്തായി? ഏത് ബാറ്റർ? എന്താ ബാറ്റർ? അതൊന്നും പ്രോബ്ലം ഇല്ല, ഞാൻ ആന്റിബയോട്ടിക് തരും. പിന്നെ ഈ വിഷയം അവനോടൊന്നും പറയണ്ട, അവനാല് കൊടുക്ക മുടിയാത് ബടുവാ. ആ എന്നാലേ മുടിയും. അവളെ മുടിക്കും, നിന്നെ മുടിക്കും, അതും എന്നാലെ മുടിയും. ജോസ് പേട്ടൻ അറിയല്ലേ, ബഹളം വെക്കും. ബഹളമോ? അയാൾ എന്റെ കയ്യിൽ കിടച്ചാൽ അവനെ അപ്പളമാക്കും. അവൻ ഓപ്റ്റോൾ ബട്ട്ലർ, ഞാൻ ഹിറ്റ്ലർ. മുടിച്ചിട്ട് നിന്നെ മുടിക്കും, അവളെ മുടിക്കും ഞാൻ. എന്താ അവളെ ഡാൻസ്? എന്താടോ അവിടെ കാര്യം? താൻ സുന്ദരനായിരിക്കുന്നു ഇവിടെ പറഞ്ഞതാ. അല്ല ഞാൻ സുന്ദരനല്ലാതെ എനിക്കറിയാം കേട്ടോ. താൻ വലിയ വർത്താനം പറയണ്ട. ഞാൻ സുന്ദരല്ലേ? താൻ പോടോ മഞ്ഞത്താൾ. തനിക്ക് റെഡി നിന്നോട് മോളിൽ പോയിട്ട് അടിച്ചു വരാൻ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഇവിടെ നിന്നൊരു പഞ്ചായത്ത് കളിക്കുക. ഗുഡ് ഈവനിങ് വിഷ്ണു. ഗുഡ് ഈവനിങ് ടീച്ചർ. ഇന്നെങ്ങനെയാ? വല്ല പ്രോഗ്രാം പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പ്രോഗ്രാമോ? ഫ്രണ്ട്സ് ഇന്നും വരുമെന്ന് ചോദിച്ചതാ. ഇന്ന് വരില്ല. ഇന്നവന്മാര് വന്നാലും ഞാൻ പോവില്ല. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓ യെസ്.
വിഷ്ണു ഇരിക്കും ഇരിക്കാം ടീച്ചർ ഇരിക്കാം. നോക്ക്, ഒരു ദിവസം പോലും വിഷ്ണു ശരിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി ശരിക്കും അറ്റൻഡ് ചെയ്യാം ടീച്ചർ. റെഗുലർ ആയിട്ട്. അപ്പോ ഇന്ന് ഏത് സബ്ജക്ട് വേണം? സബ്ജക്ട് ഏതായാലും കുഴപ്പമില്ല, ടീച്ചർ ഇഷ്ടം. അതുകൊള്ള. ഞാനാണോ വിഷ്ണു ആണോ പഠിക്കുന്നത്? എനിക്ക് എല്ലാം വേണമെന്നുണ്ട്. അത് ഏതായാലും വേണ്ട, ഒരു ദിവസം ഒരു സബ്ജക്ട്. അപ്പൊ നമുക്ക് നാളെ ഡേറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങാം. അയ്യോ അതല്ല, ഇന്ന് തന്നെ തുടങ്ങാൻ ടീച്ചർ. വേണ്ട, നാളെ മതി. ടീച്ചർ വിഷ്ണു, 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 വിഷ്ണു. വിഷ്ണു, ആ ക്വസ്റ്റ്യൻസ് മുഴുവനും ഇന്ന് തന്നെ ആൻസർ ചെയ്ത് തന്നെ കാണിക്കണം. കാണിക്കാം ടീച്ചർ. വിഷ്ണു വളരെ സ്ലോ ആണല്ലോ. ഇല്ല, ഓ. എന്തായി നോക്കിയിരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ. വിഷ്ണു എന്തായി കാണിച്ചത്? ഇത്ര സംസ്കാരമില്ലാതെ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. കുട്ടി എന്താ വിചാരിച്ചത്? ഞാൻ തന്നെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണ്. അല്പമെങ്കിലും സംസ്കാരം ഉണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ പെരുമാറുമോ? മതി, അടുത്തൊക്കെ ഇതോടെ മതിയാക്കിയേക്കാം. ഞാൻ തന്നെ ഡാഡി ഒന്ന് കാണട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു ജോലി ആവശ്യമില്ല. ടീച്ചർ പ്ലീസ്, ടീച്ചർ ഒരു പ്രാവശ്യം മാപ്പ്. ഈ ഒരു പ്രാവശ്യം ഞാൻ അറിയാതെ ചെയ്തു പോയതാ. കുഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയാ. എല്ലാം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു. ആഹത്ത്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, പ്രേമിച്ച് നടക്കുന്നതൊക്കെ കൊള്ളാം, അവനെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള അടവും കൂടി വേണമെന്ന്. ഇപ്പൊ എന്ത് പറ്റി? അവൻ ഇട്ടേച്ചങ്ങ് പോയില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാ ടീച്ചർ വന്നതിന് ശേഷമാ. അവള് മിടുക്കി, നിന്നെ പോലെ ശൃംഗരിച്ചടക്കാൻ മാത്രമല്ല അവക്കറിയാവുന്ന. ദേ, ഞാൻ അവനെ ഒന്ന് കാണാൻ പോവാ. അവനെ മാത്രമല്ല, അവന്റെ തന്തയോടും തള്ളയോടും എനിക്ക് രണ്ട് വർത്താനം പറയാം. ആ, ഇവിടെ തന്നെ നിർത്ത്. അതെ, ആരാ? എവിടെ പോവാ? നീ ആരാണ്? ഇവിടെ വന്നിട്ട് ഞാൻ ആരാന്നോ? എനിക്ക് ആരെയാ കാണാന്ന് എനിക്കറിയാം. അങ്ങനെ അങ്ങ് പോയാ പറ്റില്ല. സ്വാമിയേ, പാലക്കാട് സ്വാമിയേ. അയ്യോ, what is the problem? എവിടെയോ തന്റെ മോനെ ഞാനൊന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. മുതലാളി
അയാളെ കെട്ടിയാളായാലും മതി. മാഡം ഓൾസോ ഗോൺ ഔട്ട്. ഇപ്പൊ മീറ്റിംഗ് ഒന്നും നടക്കൂല. ഞാൻ മീറ്റ് ചെയ്തോളാം. വെല്ലുവിളി പറയാൻ ഇവിടെ പറഞ്ഞാൽ മതി, ഇദ്ദേഹം നടത്തി തരും, ഞാൻ പോരാട്ടോ. ജോസഫ് ഇരിക്കൂ, അമ്മ പെരിയമ്മ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞാൽ മതി. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പോകുന്നുള്ളൂ. എന്ന് വേണം പറ, പറഞ്ഞു തൊലക്കേ. എന്റെ കുഞ്ഞ് പഞ്ച് പാവമായിരുന്നു, അതിനെ നശിപ്പിച്ചില്ലേ ഇവിടുത്തെ ദുഷ്ടൻ. ദുഷ്ടനോ? ആ. ഈ വീട്ടിലോ? അതേടോ. ഈ വീട്ടിലുള്ള ഒരേ ദുഷ്ടൻ ഇവണ. അതെ. ജോസഫ് ഇത് നിനക്ക് വേണമായിരുന്നു, പാവം കുട്ടി. പഴയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇപ്പൊ എന്നെ കയറ്റി തരുന്നത് സ്വാമി. എന്നെ കയറ്റിയാൽ ഞാനും കയറ്റും. എന്റെ കണക്കത്തിന്റെ കാര്യത്തിൽ തലയിടരുത്. പിന്നെ എന്തിടണം? അത് പിന്നെ പേസലാം. എനിക്ക് കാണാൻ തോന്നിയ സ്വാമി വാ. ഇവരോട് കുട്ടിയെ ആരോട് സ്വിച്ച് ഓൺ, എന്തോ വലിയ പ്രോബ്ലം. നീയാണ് ഇവിടെ പുതിയതായി വന്ന ടീച്ചർ അല്ലേ? എടി ദ്രോഹി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയുള്ളവളായിരുന്നു എന്റെ മോള്. നിനക്കറിയോ? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എടി, നീ വരുന്നതിന് മുൻപ് അവളായിരുന്നു അവന്റെ എല്ലാം. എന്റെ മോള്. ഓഹോ, നിങ്ങൾ പ്രിയയുടെ മമ്മിയാണോ? നീ ഒരുത്തി അതിനെല്ലാത്തിനും കാരണം. നോക്ക്, നിങ്ങൾ കുറെ കൂടെ മാന്യമായി സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് നിന്നെ അവനെ ഞാൻ സൂഹിക്കാൻ വിടില്ലടി. നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? വിഷ്ണു എന്റെ സ്റ്റുഡന്റ് ആണ്. ആ, ഒരു ടീച്ചറും സ്റ്റുഡന്റും. നിന്നെ കണ്ടാലല്ലോ നീ ഒരു പിഴച്ചവളാണെന്ന്. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. അവളൊരു മര്യാദക്കാരി വന്നിരിക്കുന്നു. ഓ, വന്നോ സുന്ദരൻ? പുറകിന്ന് മാറാതെ നടന്നവനാണല്ലോ. ഇപ്പൊ എന്താ നിനക്ക് അവളെ കഴിച്ചു പോയത്? നിന്നോടാ ചോദിച്ചത്. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കൊന്നും അറിയില്ല വിഷ്ണു. നീ കള്ളം പറയല്ലേ? നീ എന്നിൽ നിന്ന് ഗർഭിണിയാണോടി? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. Stupid. ഡേയ്, സത്യം പറയടി, നീ ഗർഭിണിയാണോ? പറയടി. അല്ല വിഷ്ണു, എന്നെ വിശ്വസിക്കൂ, എനിക്കൊന്നും അറിയില്ല. മമ്മി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നത് മാത്രമേ എനിക്കറിയൂ. എടി, നീയും നിന്റെ തള്ളയും കൂടെ എന്നെ വെട്ടിലാക്കാൻ ശ്രമിച്ചു അല്ലേ? ഇനി നടക്കില്ല. വിഷ്ണു ആരാന്ന് ഇനി നിനക്ക് മനസ്സിലാക്കില്ല. എന്നെ വിശ്വസിക്കൂ, എനിക്കൊന്നും അറിയില്ല വിഷ്ണു. ഞാൻ വിഷ്ണുവിനെ സ്നേഹിച്ചതേ ഉള്ളൂ, ഒരിക്കലും ഒന്നും അവകാശപ്പെട്ടിട്ടില്ല. പ്രിയ, പ്രിയ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. പ്രിയ, ഞാനിപ്പോ നിന്റെ പഴയ വിഷ്ണു അല്ല. എനിക്കിനി നിന്നിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. ഒന്ന് വേഗം മാടവേ. കോളടിച്ചോടാ മോനെ, നിന്റെ ഡാഡി സ്നേഹമുള്ളവനാ. എന്താ? നല്ല ഒന്നാന്തരം ഒരു കളിപ്പാട്ടം അല്ലേ ഡാഡി മോന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സുന്ദരികളായ ടീച്ചർമാരെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞങ്ങളുടെ കേന്ദ്രത്തിന് തോന്നിയിരുന്നെങ്കിൽ. ഷീസ് മൈ ടീച്ചർ. ഒന്ന് ചുമ്മാതിരി മോനെ. ഒതുക്കിയെടുത്തോ? ഏയ്, ടീച്ചർ അതുപോലെ താളൊന്നുമല്ല. ഒന്ന് പോടാ. പോടെ, നമ്മൾ ഇതുപോലെ എത്ര പേരെ കണ്ടിരിക്കുന്നു. ആ ശരി, ബാ പോ. നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. ദേ വരണേ, വെയിറ്റ് ചെയ്യും. ആ. ഡെഫിനറ്റ്. ഓക്കെ. ആ വാ വാ. ബായ് വിഷ്ണു. ടീച്ചർ കാത്തിരുന്ന് മുഷിഞ്ഞോ? അതല്ല ടീച്ചർ. വിഷ്ണു, ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. വിഷ്ണു പൊട്ടിച്ചിരിച്ച് ഉടച്ചു കളയുന്ന നിമിഷങ്ങളുണ്ടല്ലോ, അതൊരിക്കലും വിഷ്ണുവിനെ തിരിച്ചു കിട്ടില്ല.
ടീച്ചർ പറയുന്നത് ഞാനൊരു മുതിർന്ന ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ വിഷ്ണുവിനെ ഉപദേശിക്കാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. ടീച്ചർ വിഷ്ണു തിരിച്ചു വരേണ്ട സമയമായിരിക്കും. സോറി ടീച്ചർ, ഇനി ഞാൻ ക്ലാസ് മുടക്കില്ല. ഹലോ പ്രിയ. ഹലോ. വിഷ്ണുവിനെ കാത്തു നിൽക്കുക? അതെ. അവനെ വെറുതെ കാത്തു നിൽക്കണ്ട. അതെന്താ റോബർട്ട്, വിഷ്ണു ഇന്ന് കോളേജ് വന്നില്ലേ? അയ്യോ, അവന് ട്യൂഷനില്ലേ, നേരത്തെ പോയി. നല്ലൊരു ടീച്ചറല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. ആ, പ്രിയ വെറുതെ കാത്തു നിൽക്കണ്ട. റോബർട്ട്, താൻ ചൂടാവൊന്നും വേണ്ട, ഞങ്ങൾ ഫാക്ട് പറഞ്ഞു മാത്രം. വിടറാ. വിഷ്ണു ശരിയായ സെൻസിൽ തന്നെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ ടീച്ചർ? വിഷ്ണുവിന് തോന്നുന്നുണ്ടാവും ഒരു കിളന്ത് പെണ്ണ് എന്നെ ഉപദേശിക്കാൻ വരുന്നു, പഠിപ്പിക്കാൻ വരുന്നു എന്നല്ല. ഏയ്, ഞാനൊന്നും പറഞ്ഞല്ലോ ടീച്ചർ. പറഞ്ഞില്ല, പക്ഷേ തോന്നുന്നുണ്ടാവും. ഹേയ്, ഇല്ല ടീച്ചർ. ഉണ്ടായാലും രക്ഷയില്ല. വിഷ്ണുവിന്റെ ടീച്ചറായിട്ടെന്ന് മാത്രമല്ല, അത് എന്താ പറയാ, കമ്പാനിയൻ തന്നെ വെച്ചോളൂ. വിഷ്ണുവിന്റെ കൂടെ ഞാനുണ്ടാവും. എന്നും? ആ, സാധിക്കുന്നവരെ. എന്ന് വെച്ചാൽ എന്ന് വരെ? എന്ന് വെച്ചാൽ സാധിക്കുന്നവരെ. സാധിക്കുന്നവരെ. കമ്പാനിയൻ. ഞാൻ കാണുമായിരുന്നു. എന്നെയോ? ആ. യു നോട്ടി ബോയ്. നമുക്ക് പോവാം, നേരെ ഒരുപാടായി. എന്തിനാ ജെയിംസ് ഈ അൺനെസസറി ഡിസ്കഷൻസ്? അങ്ങനെ നിനക്ക് തോന്നുന്നല്ലേ? വിഷ്ണുവിനെയാണോ ജെയിംസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കുട്ടിക്ക് ഒരു കമ്പനി കൊടുക്കുന്നു, അത്രമാത്രം. ജെയിംസിന് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. അവന്റെ മനസ്സിൽ അതിനപ്പുറത്ത് എന്തെങ്കിലും? യു ആസ്ക് ഹിം. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്? കേട്ട് കേട്ട് മടുത്തു. ആ, അതന്നെ ഞാനും പറഞ്ഞത്. നിനക്കെന്നെ മടുക്കും. ഞാൻ പോകുന്നു. അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്തിനാ? അല്ല, ഞാൻ സീരിയസാ. കോളേജും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞാ പിന്നെ വിഷ്ണു. ഇതൊക്കെ ഇപ്പൊ പറയാൻ കാര്യം? ഒന്നുമില്ല, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വിഷ്ണു. ഇങ്ങനെ തണുത്ത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്തു പറ്റി വിഷ്ണു? ഒന്നുമില്ല പ്രിയ, ഐ ആം ഓൾ റൈറ്റ്. ഞാൻ എത്ര കാലമായി സ്വപ്നം കാണുന്നതാണെന്നോ ഈ ഏകാന്തത. എന്റെ വിഷ്ണു കൂട്ടിനെ കുളിരകറ്റാൻ. ഡാഡി വന്നോ? മോളിലോട്ട്. വിഷ്ണു, വൈ ആർ യു ലേറ്റ്? ചോദിച്ചത് കേട്ടില്ലേ? ഡാഡി, ഞാൻ എന്റെ മകന്റെ സ്വാതന്ത്ര്യത്തിൽ ഇതുവരെ കൈകടത്തിയിട്ടില്ല. പക്ഷെ ഈയിടെയായിട്ട് നിന്റെ കമ്പനി കുറെ കൂടുന്നു. ഡാഡി, വിശദീകരിക്കുന്നില്ല. നീ വിശ്വനാഥന്റെ മകനാണ്.
അതെപ്പോഴും ഓർമ്മ വേണം. ഡാഡി, ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയും പിക്നിക്കും. ആ ടീച്ചർ നിനക്ക് വേണ്ടി എത്ര സമയം കാത്തിരുന്നു എന്നറിയാവോ? സോറി ഡാഡ്. ഡാഡി ഇന്നലെ രാത്രി കയ്യോടെ പിടിച്ചു. എന്തിന്? ഞാൻ ലേറ്റായി. വിഷ്ണു ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു? അത് പറയില്ല. രാത്രി കൂട്ടുകാരുമായി വല്ല കുസൃതി ഒപ്പിക്കാൻ പോയി കാണുമല്ലേ? കൂട്ടുകാരാണ് വിഷ്ണുവിനെ വഷളാക്കുന്നത്. നോക്കൂ വിഷ്ണു, ഈ ഫാൻസിയൊക്കെ കുറച്ച് നാളത്തേക്ക് കാണൂ. എല്ലാം ഉപേക്ഷിച്ച് വിഷ്ണു ഒരു പുസ്തകപ്പുഴു ആവണമെന്നോ സന്യസിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. എല്ലാം വേണം, പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിനെ കൂടി നോവിച്ചുകൊണ്ടായാലോ? ടീച്ചറുടെ മനസ്സ് വേദനിക്കൂ? വിഷ്ണു ഇങ്ങനെയായാൽ വേദനിക്കാതെ എന്ത് ചെയ്യും? ടീച്ചർ? എന്താ വിഷ്ണു? അല്ല, മനസ്സ് വേദന അതൊന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? അപ്പൊ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലേ? വിഷ്ണുവിനെ വെറുക്കാൻ എനിക്ക് കഴിയില്ല. വേദനിപ്പിക്കുന്ന എന്നെയോ? വിഷ്ണു വിചാരിച്ചാൽ എല്ലാവരുടെയും നൊമ്പരങ്ങൾ അകറ്റാനാവുമല്ലോ. ഞാനോ? ഞാൻ വിഷ്ണു, എക്സാമിന് എന്റെ ഡയഗ്രാം വരച്ചാ കിട്ടുന്നത് വട്ടപ്പൂജയായിരിക്കും. ഒരു രസത്തിന് വരച്ചതാ ടീച്ചർ. വിഷ്ണു. ടീച്ചർ ഒരു മിനിറ്റ്. അസ്സലാമലൈക്കും. എന്താണ് രണ്ടും കൂടെ? നീ ഞങ്ങളെയൊക്കെ മറന്നോ? ഒന്ന് കറങ്ങിയിട്ട് എത്ര ദിവസമായിടാ? എനിക്ക് ട്യൂഷനുണ്ട്. എക്സാമിനേഷൻ അടുത്തല്ലേ? ഒരു ട്യൂഷൻ നല്ലൊരു ഫൈൻ കിളിയെ തപ്പിയിട്ടുണ്ട്. വാ പോ. ഐ എം സോറി, ഞാൻ വരുന്നില്ല. അപ്പോ നീ വരുന്നില്ലല്ലേ? പ്ലീസ്. അവനതൊന്നും വിധിച്ചിട്ടില്ല. നീ വാ, നമുക്ക് പോവാം. വാ പോ. നീ പോയിക്കോ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ ടീച്ചർ? എന്നെ വിട്ടു പോകാത്തതിന്. ഈവനിങ് എനിക്കൊരു കൂട്ടു വരുമോ? എവിടേക്ക്? ഷോപ്പിങ്ങിന്. ഷുവർ ടീച്ചർ, ഷുവർ. ടീച്ചർക്ക് ഇതൊന്നും ശരിയാവില്ല. ഒന്നും ചേരുന്നില്ല. എന്ത് ചെയ്യും? ആ, ഇത് നോക്കാം. ഏതാന്ന് വെച്ചാ നോക്ക്. എത്ര നേരമായി സെലക്ഷൻ? ഓക്കെ ഓക്കെ, ഒരെണ്ണം ഇതെടുക്കാം. ആ, ബർത്ത്ഡേക്ക്. ഓക്കെ ഓക്കെ. വിഷ്ണു പറയുന്നത് എനിക്ക് ഓക്കെ. പക്ഷെ ബില്ല് ഞാൻ പേ ചെയ്യും. അത് പറ്റില്ല. ഓൺലി സെലക്ഷൻ. വിഷ്ണു എന്താ പെട്ടെന്ന് സൈലന്റ് ആയല്ലോ? ബില്ല് കൊടുക്കണമെന്ന് പറഞ്ഞതിനാണോ? ടീച്ചർ വാങ്ങും. വിഷ്ണുവിന്റെ സമ്മാനം ടീച്ചർ വാങ്ങും. എന്ന് വാങ്ങുന്ന? ഒരു ദിവസം. ടീച്ചർ ഇതിനെ കള്ളം പറയുന്നേ? കള്ളമൊന്നും അല്ല വിഷ്ണു. വിഷ്ണു പഠിച്ചു മിടുക്കനായി സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം പണം കൊണ്ട് വാങ്ങിത്തരുന്ന എന്ത് സമ്മാനവും ടീച്ചർ വാങ്ങും. ഇനിയും പരിഭവമാണോ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ജെയിംസ്. യു ഡു യുവർ ജോബ്. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. പക്ഷെ അതില്ലാതെ അവന്റെ കൂടെ അവിടെ കറങ്ങുന്ന എന്തിനാ? ഇസ് ദാറ്റ് യുവർ ബ്ലഡി ജോബ്? യെസ്, ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. എന്റെ ജോലി എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം. പ്ലീസ് ജെയിംസ്, ഡോണ്ട് ഇന്റർഫിയർ ഇൻ ദോസ് തിങ്സ്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന കുഴപ്പം? നിനക്ക് ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചാൽ എന്താ? നോ, അത് മാത്രം എന്നോട് പറയണ്ട. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ്. അത് ശരി. അപ്പോ ഞാനൊരു അധികപ്പറ്റായി തോന്നുന്നുണ്ടാവും അല്ലേ? ശരി, ഞാൻ പോയേക്കാം. പ്ലീസ് ജെയിംസ്, എന്താ ഇങ്ങനെ? എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? മരിയ, ഐ കാൻറ്റ് ബെയർ സച്ച് തിങ്സ്. ജെയിംസ്, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് ബിലീവ് മീ. ഇറ്റ്സ് ഓൾറൈറ്റ് മരിയ, ഇറ്റ്സ് ഓൾറൈറ്റ്, ഇറ്റ്സ് ഓൾറൈറ്റ്. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. താങ്ക് യു ജെയിംസ്, താങ്ക് യു. സാരമില്ല.
അപ്പോ ഞാൻ വരട്ടെ, ലേറ്റ് ആകുന്നു. ഞാൻ അടുത്ത ആഴ്ച. മറ്റൊന്നുമല്ല വിഷ്ണു, ഞാൻ ആരാണെന്ന് കുട്ടിക്ക് അറിയോ? വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. എന്താ വിഷ്ണു ഇത്? ടീച്ചർ ഒന്നും പറയണ്ട. ഡാഡിയുടെ ശമ്പളം പറ്റി ജോലി നോക്കുന്ന ഒരു ശമ്പളക്കാരിയല്ലേ ഞാൻ? മതി മതി, ശമ്പളക്കാരി ശമ്പളക്കാരി. എനിക്കെന്നെ ടീച്ചറെ മതി. ഡാഡിയുടെ ശമ്പളക്കാരി എനിക്ക് വേണ്ട. ഇത് കാണുന്നില്ലേ? മിസ്റ്റർ വില്യംസ് സിംഗപ്പൂരിൽ നിന്നപ്പോ കൊണ്ടുവന്നതാ. ഇപ്പൊ അത് ഓഫ് ചെയ്ത് എന്തിനാ? വാട്ട് ഹാപ്പൻ ടു യു? ഇന്നെന്താ ഇത്ര ടെൻഷൻ? ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. ആ ഡാളി, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം. മരിയ പറയായിരുന്നു നമ്മുടെ മോനെ കുറിച്ച് നല്ല പ്രോഗ്രസ് ഉണ്ടത്രേ. ഇത്തവണ അവൻ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന്. വെളുക്കാൻ തേച്ചത് പാണ്ടാവൂന്നാ എന്റെ സംശയം. വാട്ട് യു മീൻ? മരിയും വിഷ്ണുവും തമ്മിൽ ആ കുട്ടി വളരെ സോഷ്യലാ. പെൺകുട്ടികളായാലും ഇങ്ങനെ തന്നെ വേണം. അവര് തമ്മിലുള്ള അടുപ്പം മറ്റെങ്ങോട്ടെങ്കിലുമൊക്കെ പറന്നു കയറുമെന്നാ എന്റെ സംശയം. ഞാൻ ചിലത് കാണുന്നു, ചിലത് കേൾക്കുന്നു. ഞാൻ നിങ്ങളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് എന്റെ മകന്റെ ട്യൂട്ടറായിട്ടാ, അല്ലാതെ കാമുകിയായിട്ടല്ല. പഠിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ നിയമിച്ചത്, പ്രേമിക്കാനല്ലെന്ന്. സർ, അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നോ, മരിയെ പറ്റിയുള്ള എന്റെ ധാരണകൾ പിഴച്ചോ എന്ന് ഞാൻ സംശയിക്കുന്നു. സർ, ഞാൻ നിങ്ങളുടെ മകനെ പ്രേമിക്കുന്നില്ല. നിങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരികയുമില്ല. യു ക്യാൻ ബിലീവ് മീ. മരിയ എപ്പോഴാണ് മടങ്ങുന്നത്? സർ, മരിയക്ക് ഇനി പോവാം. അതെ, ഇനി എനിക്ക് പോവാം. അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു തീർത്തു. യെസ്, യു ആർ റൈറ്റ്. ഡാഡി, ഡാഡി, എന്താ മോനെ ഈ രാത്രിയില്? എനിക്കൊന്നറിയണം. എന്ത്? ഡാഡി ടീച്ചറെ കണ്ടിരുന്നോ? ആ, കണ്ടു. ടീച്ചർ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞോ? യെസ്, പറഞ്ഞു. മോനെ, നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്. എന്റെ മോനത് കളഞ്ഞു കുളിക്കരുത്. ഓഹോ, അപ്പൊ ഡാഡിയും മമ്മിയും കൂടെ ചേർന്നാണോ ഈ തന്ത്രമൊക്കെ? എന്ത് തന്ത്രമാടാ? ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അവരുടെ ജോലി തീർന്നു, അവർക്കിനി പോവാ സാധ്യമല്ല. ടീച്ചർ ഇവിടുന്ന് പറഞ്ഞേക്കാൻ സാധ്യമല്ല. അനുസരിച്ചാ മതി, ആജ്ഞാപിക്കണമെന്നില്ല. എന്തു വന്നാലും ടീച്ചർ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. മോനെ, ഡാഡി പറയുന്നത് അനുസരിക്കൂ. എവിടെ നിന്നോ വന്ന ഏതോ ഒരു പെണ്ണ്. നിനക്ക് അവളോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം? ഡാഡി, ഏതോ ഒരു പെണ്ണല്ല, അവരുടെ ടീച്ചറാണ്, ടീച്ചർ. അത് മാത്രമല്ല, അവളൊന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇല്ല, ടീച്ചർ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തു വന്നാലും ശരി. ടീച്ചർ അവൾ നിന്റെ ആരോടാ? ടീച്ചർ എന്റെ എല്ലാമാണ്, എല്ലാം. അയ്യോ, എന്താ ഇത്? നിങ്ങളൊന്ന് സമാധാനിക്കൂ. മാറിനിക്ക്. പ്ലീസ്, ഒന്ന് സമാധാനിക്കൂ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. മേഡം എന്താ ഈ രാത്രിയില്? വരാതിരിക്കാൻ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. ഞാനൊരു അമ്മയല്ലേ കുട്ടി. മേഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരമ്മയുടെ വേദന നിനക്ക് മനസ്സിലാകാതിരിക്കില്ല. നീ ഒരു പെണ്ണല്ലേ. മാഡം പ്ലീസ്, അരുതാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൻ ഞങ്ങൾക്ക് ഒരേ ഒരു മകനാണ്. അർഹതയില്ലാത്തത് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മാഡം. ഒരു പക്ഷേ വിഷ്ണുവിനെ ചിന്തിച്ചാലോ? എനിക്ക് എന്റെ മകനെ മടക്കി തരൂ. അതിന് നിങ്ങളുടെ മകനെ ഞാൻ എടുത്തിട്ടില്ലല്ലോ. വെറും കൈയോടെയാണ് ഞാനിവിടെ വന്നത്. പോകുമ്പോഴും അങ്ങനെ പോകും. മരിയ, ഞാൻ സംസാരിക്കുന്നത് വിഷ്ണുവിന്റെ മമ്മിയോടാണ്. മമ്മിക്ക് എന്നെ വിശ്വസിക്കാം. മരിയ, നീ
ഈ കൊച്ചു കാര്യത്തിന് വേണ്ടി മാഡം ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. വിഷ്ണു എനിക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടി മാത്രമാണ്, മറ്റൊന്നുമല്ല, ആവുകയുമില്ല. ടീച്ചർ, എന്താ വിഷ്ണു ഈ നേരത്ത്? എന്താ എന്താ വിഷ്ണു? ടീച്ചർ, എന്താണെന്ന് പറ. വാ. ഈ അസമയത്ത് വിഷ്ണു എന്തിനിങ്ങോട്ട് വന്നു? ടീച്ചർ, ടീച്ചർ, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ദുസ്വപ്നം. എനിക്ക് ടീച്ചറെ കാണണമെന്ന് തോന്നി. എനിക്ക് പേടി വന്നു ടീച്ചർ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കുട്ടിക്കും കുട്ടിയുടെ ഡാഡിക്കും മമ്മിക്കും എല്ലാം. സ്വപ്നങ്ങൾ വിലക്കപ്പെട്ടവരും ധാരാളം ധാരാളം. ടീച്ചർ എന്നോട് എന്തൊക്കെയോ മറക്കുന്നുണ്ട്. ഒന്നുമില്ല വിഷ്ണു. വിഷ്ണു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ പേടിച്ചത് ഞാനാ. അതെന്താ ടീച്ചർ? എന്നെ പറ്റി വിഷ്ണു സ്വപ്നങ്ങൾ കാണരുത്. നല്ലതും ചീത്തയും ഒന്നും. അതിന് ഞാൻ ഏതെങ്കിലും രീതിയിൽ കാരണമായിട്ടുണ്ടെങ്കിൽ വിഷ്ണു ഈ പാവൻ ടീച്ചറോട് ക്ഷമിക്കണം. എല്ലാം വിഷ്ണുവിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. നന്മയ്ക്ക് വേണ്ടി മാത്രം. ഡാഡി ശമ്പളം തന്നു വച്ചിരിക്കുന്ന ഒരു ടീച്ചർ മാത്രമാണ് ഞാൻ. വെറും ടീച്ചർ. ഇല്ല ടീച്ചർ, ടീച്ചറായിട്ട് ഞാൻ പോവില്ല. ടീച്ചർ ഒന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആരായിട്ട്? എന്റെ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സത്രം മാത്രമാണ്. എവിടെ നിന്നോ വന്ന എങ്ങോട്ടോ പോകുന്ന എന്റെ ഈ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ചിലർ മാത്രമാണ് വിഷ്ണുവിന്റെ ഡാഡി, മമ്മി, പിന്നെ ഞാൻ. വിഷ്ണു, ഞാൻ പഠിപ്പിച്ച എന്റെ വിഷ്ണു, മിടുക്കനായ എന്റെ വിഷ്ണു. ഇനി വിഷ്ണുവിന് എന്റെ ആവശ്യമില്ല. ഇല്ല ടീച്ചർ, എനിക്ക് വേണം. ടീച്ചറിനെ വിട്ടു പോകരുത്. ഓക്കെ ഓക്കെ. തീരെ പ്രാക്ടിക്കൽ അല്ലാത്ത വഴിക്കാണ് വിഷ്ണുവിന്റെ ചിന്തകൾ. പോട്ടെ, പോയി സുഖമായി കിടന്നുറങ്ങൂ. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട്. ടീച്ചറല്ലേ പറയുന്നത്. പോകൂ വിഷ്ണു, പോകൂ പ്ലീസ്. വിഷ്ണു, ഞാനല്ലേ പറയുന്നത്. ഉഷേ, നീ എവിടെ പോയിരുന്നു? മകനെ മടക്കി തരണമെന്ന് അപേക്ഷിക്കാൻ അല്ലേ? അതെ, എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു അമ്മയാണ്.
അത് മനസ്സിലാക്കാൻ നീ ഏറെ വൈകിപ്പോയി. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്നോട് ക്ഷമിക്കൂ, ഞാൻ തെറ്റ് ചെയ്തു പോയി. കരയണ്ട, പോയി കിടന്നു.
എനിക്കൊരു അപേക്ഷയുണ്ട്. വിഷ്ണുവിനെ മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. മരിയ, അതെ സർ, നിങ്ങൾക്ക് തിരക്കായിരുന്നു. എന്നും എപ്പോഴും തിരക്ക്. ആ തിരക്കിൽ നിങ്ങൾ മറന്നുപോയ ഒന്നുണ്ട്. വീട്. അച്ഛനും അമ്മയും മകനുമടങ്ങിയ ഈ വീട്. കൗമാരപ്രായം കഴിഞ്ഞൊരു കുട്ടിക്ക് കാറും പണവും അലങ്കരിച്ച ചുവരുകളുള്ള ബംഗ്ലാവ് മാത്രം പോരാ. അവനെ ശ്രദ്ധിക്കാൻ, അവന്റെ സ്വപ്നങ്ങളെ അറിയാൻ ആളുണ്ടാവണം. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. മരിയ, ഞങ്ങൾ എന്നും നിന്നോട് കടപ്പെട്ടവരായിരിക്കും. മരിയ, ഇത് വാങ്ങൂ. എന്താണ് സാർ ഇത്? ഒരു ബ്ലാങ്ക് ചെക്കാണ്. നിനക്ക് ഇഷ്ടമുള്ളത് എന്തു എഴുതിയെടുക്കാം. പറഞ്ഞ ശമ്പളം ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ സാർ, എനിക്കത് മതി. ഇത് ഞങ്ങൾ തരുന്ന ഒരു സമ്മാനമായി കരുതിയാൽ മതി. ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിന്റെ ഒരു അംശം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് പ്രതിഫലം തരാൻ നിങ്ങൾക്കാവില്ല. ഇവിടുന്ന് മടങ്ങുമ്പോ എനിക്കൊരു അപേക്ഷയുള്ളൂ. ഹൃദയങ്ങൾ കൊണ്ട് നിങ്ങളൊരു കൂട് കൂത്തു. വിഷ്ണുവും അവന്റെ ഡാഡിയും മമ്മിയും ചേർന്നൊരു കൂട്. ഇതുവഴി എന്തെങ്കിലും പോകുമ്പോ ഞാൻ വീണ്ടും വരും ആ കൂട് കാണാൻ. ഗുഡ് ബൈ. ടീച്ചർ, ടീച്ചർ, മോനെ, മോനെ, എന്നെ വിടൂ, വിടാൻ. വിഷ്ണു, ടീച്ചർ, ടീച്ചർ.